ഇതാണ് റിയൽമി GT60. ശരിക്കും പറഞ്ഞാൽ കാത്തിരുന്ന് മടുത്ത ഫോണാണ്. റിയൽമി GT Neo 3T അതൊക്കെ 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം മുമ്പൊക്കെ ഇറങ്ങിയ ഫോണുകളാണ്. അപ്പോൾ തൊട്ട് ആൾക്കാർ ചോദിക്കുന്ന അതിന്റെ അടുത്ത വേർഷൻ റിയൽമി GT എപ്പോഴാണ്, GT4 എപ്പോഴാണ്, 5 എപ്പോഴാണ്, 6 എപ്പോഴാണ്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളും അപ്കമിംഗ് ഫോൺസിന്റെ വീഡിയോയിൽ മിക്കവാറും 2 മാസം കഴിയുമ്പോൾ വരും, അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ വരും, അല്ലെങ്കിൽ അടുത്ത മാസം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇത്ര എക്സ്പെക്ടേഷൻ, ആൾക്കാർ ഇത്ര ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഇത് അത്രയും നന്നായിട്ടാണ് അവർ ഈ ഒരു സീരീസിലെ ഫോണുകൾ ഇറക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഫൈനലി വർഷങ്ങൾ 1-2 കഴിഞ്ഞെങ്കിലും GTയുമായിട്ട് റിയൽമി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതിന്റെ അൺബോക്സിംഗ് പെട്ടെന്ന് കാണിക്കാം, എന്നിട്ട് ഇത് എത്രത്തോളം നന്നായിട്ടുണ്ട്, കാത്തിരിപ്പിനുള്ള ഗുണമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് റിയൽമി GT60യുടെ ബോക്സ്. മേക്ക് ഇറ്റ് റിയൽ എന്ന് എഴുതിയ ആ ചെറിയ ബോക്സിനകത്താണ് കേസ്, ഡോക്യുമെന്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഫോൺ ഇതാണ് റിയൽമി GT60. കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉണ്ട് കേട്ടോ. കർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ മോട്ടോയുടെ പോലെ സ്ലിം ആയ ഫോണല്ല, ബട്ട് എങ്കിലും കൊള്ളാം, നല്ല സ്റ്റഡി ആയ ഒരു ഫോണാണ്. ഇതിലേക്ക് വരാം. അതിന് മുമ്പ് ബോക്സിൽ 120 വാട്ടിന്റെ ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. ചാർജിംഗ് കേബിളും ബോക്സിൽ കാണാം. ഇത്രയും കാര്യങ്ങളാണ് ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് റിയൽമി GT60. 8.65 mm ആണ് ഇതിന്റെ തിക്നെസ്. അത്ര സ്ലിം അല്ലാന്ന് സാരം. 191 ഗ്രാമാണ് വെയിറ്റ്. ഓവർ വെയിറ്റ് എന്ന് പറയാനില്ല, എങ്കിലും ലൈറ്റ് വെയിറ്റ് ഒന്നും പറയാൻ പറ്റില്ല. താഴെ സ്പീക്കർ കേബിൾ, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, ഡുവൽ നാനോ സിമ്മിന്റെ സിം ട്രേ, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ ഒന്നും കാണാനില്ല. മുകളിൽ IR ബ്ലാസ്റ്ററും സ്പീക്കർ ഗില്ല്, മൈക്ക് അതൊക്കെ കാണാം. സോ ഓവറോൾ ഇങ്ങനെയാണ് ഈ ഫോണിന്റെ ഒരു ലുക്ക്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ഒക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സോ കാണാനൊക്കെ ഡീസന്റ് ആണ്. അതല്ല, അതിനപ്പുറമുള്ളതിന്റെ പവർ ആണ് നമുക്ക് അറിയേണ്ടത്. അതിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന ഏറ്റവും പുതിയ പ്രോസറാണ്. ഇതിൽ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആൻറ്റുറ്റി സ്കോർ 1.45, ഏകദേശം ആ റേഞ്ചിലുള്ള മില്യൺ സ്കോർ ആണ് കിട്ടുന്നത്. 1.5 മില്യൺ തന്നെയാണ് കമ്പനിയും പറയുന്നത്. സോ ഏകദേശം പറയുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് തരുന്നുണ്ട്. ത്രോട്ടിലിംഗ് ടെസ്റ്റ് ഒക്കെ ഞാൻ ചെയ്ത് നോക്കി, കുഴപ്പമില്ല. ഒരു 80 റേഞ്ചിൽ ഡീസന്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇഷ്യൂ ഒന്നുമില്ല. 2 റാം വേരിയന്റുകളാണ് വരുന്നത്. 8GB റാം 128GB സ്റ്റോറേജും 8GB റാം 256GB സ്റ്റോറേജും. പിന്നെ 12GB റാം 256GB സ്റ്റോറേജും 512GB സ്റ്റോറേജും വരും. 12GB റാമിന്റെ തന്നെ. പിന്നെ ഇതിൽ അത്യാവശ്യം നല്ലൊരു വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല. ഗെയിം ഒക്കെ ഞാൻ കളിച്ച് നോക്കി, സ്മൂത്ത് ആയിട്ട് കളിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഗെയിം പ്ലേ ഒക്കെ. പിന്നെ ഇത് വരുന്ന ആൻഡ്രോയിഡ് 14ലാണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. BGMI ഒക്കെ സ്മൂത്ത് എക്സ്ട്രീം ആണ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അത് എക്സ്ട്രീം പ്ലസ് 90 FPS ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ബട്ട് ആ ഒരു സപ്പോർട്ട് ചെയ്യുന്നത് വളരെ നൈസ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗെയിം പ്ലേയിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. സ്മൂത്ത് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. സോ ഗെയിം കളിക്കാനായാലും സാധാരണ യൂസിനായാലും ഒക്കെ ഇത് ടോപ്പ് ലെവൽ പെർഫോമൻസ് തരുന്നുണ്ട്. യാതൊരു ഡൗട്ടും വേണ്ട. നമ്മൾ ആൻഡ്രോയിഡ് സ്കോറും ത്രോട്ട്ലിംഗ് ടെസ്റ്റും ഒക്കെ കണ്ടു. സോ ഗ്രേറ്റ് പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഈ ഫോണിലുണ്ട്. ഈ 7+ Gen 3 എന്ന് പറയുമ്പോൾ ഇത് ഏതിന്റെ റേഞ്ച് വരും എന്നറിയാൻ വേണ്ടി ഒരു താല്പര്യം ഉണ്ടെങ്കിൽ 8 Gen 2ന്റെ അത്രയും വരില്ല, തൊട്ട് പുറകെ നിൽക്കും. ഇപ്പൊ പോക്കോ F6 വരാൻ പോകുന്നത് 8s Gen 3 ആണ്. അതെന്ന് വെച്ചാൽ ഈ 8 Gen 2ന്റെ അത്രയും തന്നെ വരും. അല്ലെങ്കിൽ പവർ എഫിഷ്യൻസിയുടെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി അതിനേക്കാൾ മേലെ നിൽക്കും. ഒരു സ്ലൈറ്റ്ലി ബെറ്റർ ആണെന്ന് പറയാം. അത് ഏകദേശം 30 രൂപ താഴെ വരുന്ന ഒരു ഫോൺ ആയിരിക്കും പോക്കോ F6. അപ്പൊ അതിനേക്കാൾ കുറച്ച് പുറകിൽ നിൽക്കുന്ന പ്രോസറാണ് ഇത്. അപ്പൊ ഇത് വന്നിട്ട് അതിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ വരണം. ഒരു 25 രൂപ റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ ഇത് ഗംഭീര സാധനമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് എനിക്ക് അറിയില്ല, വരുമ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ പെർഫോമൻസ് ഓക്കെ ആണ്. ക്യാമറയും അത്യാവശ്യം നല്ലതാണ്. സാമ്പിളുകൾ ഇത് അവിടെ കണ്ടോളൂ. എല്ലാം ഡേ ലൈറ്റും ആർട്ടിഫിഷ്യൽ ലൈറ്റും മെയിൻ ക്യാമറ, സെൽഫി ക്യാമറ എല്ലാം കാണിക്കുന്നുണ്ട്. ഞാൻ എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം ഡീസന്റ് സാധനമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ പറയാം. വീഡിയോ സാമ്പിൾ അടക്കം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. 50 മെഗാപിക്സലിന്റെ സോണി സെൻസറാണ് വരുന്നത്. 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ്. 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. സെൽഫി ക്യാമറയിൽ അടക്കം 4K വീഡിയോ എടുക്കാൻ പറ്റും. അതിന്റെ സാമ്പിൾ അടക്കം ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ടോട്ടലി ക്യാമറ എനിക്ക് ഈസി ആയിട്ട് തന്നെ പറയാം ഇഷ്ടപ്പെട്ടു, നന്നായിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതിന്റെ ഡിസ്പ്ലേയും അത്യാവശ്യം നല്ലതാണ്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. 6.78 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെയാണ്. അതിന്റെ പെർഫോമൻസ് ഇവിടെ കാണാം, സ്മൂത്ത് ആണ്. പിന്നെ ഇതിന്റെ ബ്രൈറ്റ്നസും കാര്യത്തിൽ പ്രത്യേകത ഉള്ളതാണ്. 1000 നിറ്റ്സിന്റെ നോർമൽ ബ്രൈറ്റ്നസും 1600 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡും 6000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്, ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെന്നല്ല ഇന്ന് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും പവർ കൂടിയ പീക്ക് ബ്രൈറ്റ്നസ് മോഡ് വരുന്ന ഒരു ഫോണാണെന്ന് പറയാം. പിന്നെ 100% DCI-P3 വരുന്നുണ്ട്, PWM ഡിമ്മിംഗ് വരുന്നുണ്ട്, ഡോൾബി വിഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഡിസ്പ്ലേയുടെ ഭാഗത്ത് വേറെ ഒരു വിഷയമില്ല, സെറ്റ് ഡിസ്പ്ലേ. ബാറ്ററി ആണെങ്കിലും ഒരു വിഷയമില്ല. 5500 mAh കിഡിലം ബാറ്ററി കൊടുത്തിട്ടുണ്ട്. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. അത് ചാർജ് ചെയ്യാൻ 120 വാട്ടിന്റെ ചാർജർ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററിയും ചാർജിങ്ങും ടെൻഷനേ ഇല്ല. Wi-Fi 6, Bluetooth 5.4, അതേപോലെ 5G ബാൻഡ് ഒക്കെ നോക്കിയാൽ 10-13 5G ബാൻഡ് ഒക്കെ വരുന്നുണ്ട്. നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നും ഒരു വിഷയമില്ല. സോ മൊത്തത്തിൽ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാ മേഖലയും ഒരുപോലെ കിടിലമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഫോണിൽ. സോ എനിക്ക് സംഗതി ഇഷ്ടപ്പെട്ടു. കാത്തിരുന്നതിനുള്ള വർത്ത് ഉണ്ട്. ബട്ട് പ്രൈസ് ആണ് നിശ്ചയിക്കുക എത്രത്തോളം വർത്ത് ഉണ്ടെന്നുള്ളത്. കാരണം ഈ പോക്കോ F6 ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 28 രൂപ ആ റേഞ്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് സ്റ്റാർട്ടിങ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു 25 രൂപ റേഞ്ചിലൊക്കെ അവർ പിടിക്കുകയാണെങ്കിൽ സംഗതി കിടലനാവും. പക്ഷേ ആ റേഞ്ചിൽ അവർ വെക്കുമോ എനിക്കറിയില്ല. വില എത്രയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ അറിഞ്ഞു കഴിയുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, പർച്ചേസ് ലിങ്ക്. സോ അതാണ് എൻ്റെ അഭിപ്രായം GT60 കുറിച്ച്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.